പഠിക്കുന്നു. കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമാണല്ലോ. നവംബർ 14 നമ്മുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചാച്ചാജിയുടെ ഒരു കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കേട്ടാലോ? ചാച്ചാജി സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കുട്ടികളുമായി ചങ്ങാത്തം കൂടാറ്. ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ കാർ വന്നപ്പോൾ ചാച്ചാജി എന്ന് വിളിച്ച് കുട്ടികളെല്ലാം ഓടി അടുത്തുകൂടി. കാറിൽ നിന്നിറങ്ങി അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ചു. യാത്ര പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? കുട്ടികൾ പരസ്പരം നോക്കി. എന്തു പറയണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്കിടയിലെ മിടുക്കനായ ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. മഴക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും പുസ്തകങ്ങൾ നനയുന്നു. പക്ഷെ ഞങ്ങൾ അതത്ര കാര്യമാക്കാറില്ല. മഴക്കാലത്ത് കളിക്കാൻ രസമാണ്, വെള്ളം തട്ടിത്തെറിപ്പിക്കാനും രസം തന്നെ. എന്നാൽ പുസ്തകങ്ങളിൽ പാടി വീഴുന്നു. ഉണങ്ങിക്കഴിഞ്ഞാൽ അവ പഴയതും വൃത്തികെട്ടതുമാകുന്നു. ആ കുട്ടിയെ ചാച്ചാജി സൂക്ഷിച്ചു നോക്കി. അവരുടെ ആവശ്യം അദ്ദേഹം മനസ്സിലാക്കി. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പുസ്തകങ്ങൾ വൃത്തിയുള്ളവയും വെടുപ്പുള്ളവയും ആയിരിക്കണം, അദ്ദേഹം പറഞ്ഞു. യാത്ര പറഞ്ഞു അദ്ദേഹം പോയി. കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു പാഴ്സൽ വന്നു. കൂടെ ഒരു കത്തും ഉണ്ടായിരുന്നു. നെഹ്റുവിനെ സന്ദർശിച്ച കുട്ടികളെ ഹെഡ് മാസ്റ്റർ വിളിച്ചു വരുത്തി. ഈ പാഴ്സലിൽ എന്താണെന്ന് ഊഹിക്കാമോ? അവർ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, റെയിൻകോട്ടുകളായിരിക്കും. അതെ, അത് ശരിയായിരുന്നു. അത് റെയിൻകോട്ട് തന്നെയായിരുന്നു. കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്ന ഒരു ഉത്തമ സുഹൃത്തായിരുന്നു ചാച്ചാജി. ചാച്ചാജിയുടെ